നമസ്കാരം. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുകയാണ്. ആ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം പലതവണ രംഗത്ത് വന്നു. അത് മാധ്യമങ്ങളിലൂടെ വിവാദമാകുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ആ ദുരൂഹതയുടെ മറ ഇന്നുവരെയും നീങ്ങിയിട്ടില്ല. ബാലഭാസ്കറിന്റെ മരണവും സ്വർണ്ണക്കടത്തുമായി ചില ബന്ധങ്ങളുണ്ട് എന്ന തരത്തിലുള്ള ഊഹാപോഹങ്ങളും ചർച്ചകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു. എന്നാൽ ഇതിനൊന്നും വ്യക്തമായ തെളിവ് ലഭിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. ബാലഭാസ്കറിന്റെ മരണം ഇന്നും ദുരൂഹമായി തുടരുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതിയുമായി ബാലഭാസ്കറിന്റെ മരണത്തിന് ചില ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ചില നിർണായകമായിട്ടുള്ള വിവരങ്ങളും റിപ്പോർട്ടുകളുമാണ് പുറത്തു വരുന്നത്. പെരിന്തൽമണ്ണയിൽ ജുവലറി ഉടമകളായ സഹോദരങ്ങളെ ആക്രമിച്ച് 3.5 കിലോ സ്വർണം കവർന്ന കേസിൽ പ്രതിയായ അർജുൻ തന്നെയാണ് വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിന് കാരണമായ കാർ ഓടിച്ചത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാട്ടുരയ്ക്കൽ സ്വദേശി കുറിയേടത്ത് മനയിൽ അർജുനാണ് പെരിന്തൽമണ്ണ കവർച്ച കേസിൽ പിടിയിലായത്. ഇയാളടക്കം 9 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കവർച്ച സ്വർണം വിൽക്കാൻ സഹായിച്ചവരുടെ കൂട്ടത്തിലാണ് അർജുനെ പ്രതി ചേർത്തിരിക്കുന്നത്. ഈ അർജുനാണ് ബാലഭാസ്കറിന്റെ മരണത്തിനിടയാക്കിയ കാർ ഓടിച്ചത് എന്ന വിവരം പുറത്തു വരുന്നു. തീർച്ചയായിട്ടും ഇത് നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ബാലഭാസ്കറിന്റെ അപകടമുണ്ടായ സമയത്ത് കാർ ഓടിച്ചിരുന്നത് ഡ്രൈവർ ആയിരുന്ന അർജുനാണ് എന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിരുന്നു. അർജുന് തലയ്ക്ക് പരിക്കേറ്റത് മുൻ സീറ്റിൽ ഇരുന്നതിനാലായിരുന്നു എന്ന് ഫോറൻസിക് പരിശോധനാ ഫലം പറയുന്നു. വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നത് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി മാത്രമായിരുന്നുവെന്നും ഫോറൻസിക് അന്വേഷണത്തിൽ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപകടമുണ്ടായപ്പോൾ കാർ അമിത വേഗതയിലായിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഇയാൾ താനല്ല വാഹനം ഓടിച്ചത് എന്ന് കോടതിയിൽ മൊഴി മാറ്റി പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതെല്ലാം വലിയ രീതിയിൽ ദുരൂഹത വർദ്ധിപ്പിക്കുകയും വലിയ വിവാദങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴും ബാലഭാസ്കറിന്റെ മരണത്തിലെ ദുരൂഹത നീങ്ങുന്ന സാഹചര്യം ഉണ്ടായില്ല. എന്നാൽ ഇപ്പോൾ ഈ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് അർജുൻ അറസ്റ്റിലായി എന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച പല വാർത്തകളെയും ഊഹാപോഹങ്ങളെയും ഒക്കെ കൂട്ടി ബന്ധിപ്പിക്കുന്നതാണ്. 6 വർഷമായിട്ടും ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിലെ നിഗൂഢത ഇന്നും അവശേഷിക്കുകയാണ്. സ്വാഭാവിക കാറപകടമെന്ന് പോലീസും ക്രൈംബ്രാഞ്ചും CBIയും എഴുതിത്തള്ളി എങ്കിലും പിതാവ് KC ഉണ്ണി ഹൈക്കോടതിയെ സമീപിച്ച് മരണത്തിന് സ്വർണ്ണക്കടത്തുമായോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വിശദമായി അന്വേഷിക്കാൻ ഉത്തരവ് നേടുന്ന സാഹചര്യം ഉണ്ടായി. തുടക്കത്തിൽ സാധാരണ കാർ അപകടം എന്നായിരുന്നു കരുതിയത്. ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കളും മാനേജർമാരും സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായതോടെയാണ് ബന്ധുക്കൾക്ക് ഈ മരണവുമായി സ്വർണ്ണക്കടത്ത് കേസിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന സംശയം ഉയരുന്നത്. അന്വേഷണം CBIക്ക് വിട്ടതും അങ്ങനെയായിരുന്നു. ബാലഭാസ്കറിന്റെ ട്രൂപ്പ് അംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സ്വർണ്ണക്കടത്തും ദുരൂഹമായ പണമിടപാടുകളും സംശയകരമായ മൊഴികളുമൊക്കെ പുനരന്വേഷിക്കുകയാണ് CBIയുടെ 2ാം സംഘം. ബാലുവുമായുള്ള ബന്ധം സുഹൃത്തുക്കൾ സ്വർണ്ണക്കടത്തിന് ഉപയോഗിച്ചില്ല എന്നാണ് CBIയുടെ ആദ്യ അന്വേഷണത്തിലെ നിഗമനം. ബാലഭാസ്കറിന്റേത് അപകട മരണമാണോ കൊലപാതകമാണോ എന്നേ അന്വേഷിച്ചിട്ടുള്ളൂ. മരണത്തിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടില്ല എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ബാലഭാസ്കറിന്റെ മരണത്തിനിടയാക്കിയ കാർ ഓടിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന പ്രതി ഇപ്പോൾ സ്വർണം കവർന്നു അത് വിൽക്കാൻ ശ്രമിച്ചു എന്ന കേസിൽ പിടിയിലായിരിക്കുന്നത്.